अगला है हमारा अनुवाद का विकास क्रम में पहले राजभाषा लिखना है। राजभाषा भारत की स्वतंत्रता के बाद जब भारत का संविधान बना, संसद ने भारत की राष्ट्रभाषा हिंदी को राजभाषा का स्थान देकर उसे गौरवान्वित किया. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ പാർലമെൻറ്റിലെ ഭാഷ എന്ന് പറയുന്നത്, പാർലമെൻറ്റിലെ അംഗങ്ങൾ ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷയായ ഹിന്ദിയെ രാജഭാഷ, അതായത് ഭരണഭാഷയായിട്ട് കുറച്ചും കൂടി ഹിന്ദിക്ക് കുറച്ചും കൂടി വലിയ സ്ഥാനം കൊടുത്തു. अपने देश के सामान्य जनों की भाषा हिंदी को राजभाषा का स्थान देकर अपने राष्ट्र का भी गौरव बढ़ा दिया. तो देश के लोगों की साधारण लोगों की भाषा था हिंदी. സാധാരണ ജനങ്ങളുടെ ഭാഷയായിരുന്നു ഹിന്ദി. ആ ഹിന്ദിയെ എന്ത് ചെയ്തു? ഒരു രാജഭാഷ അല്ലെങ്കിൽ ഒരു ഭരണഭാഷയുടെ പദവിയിലേക്ക് ഉയർത്തി രാഷ്ട്രത്തിൻ്റെ ഒരു അഭിമാനം വളർത്തിക്കൊണ്ടുവന്നു. ഭാരത് വർഷമേ 14 ബഡി ഭാഷായും പ്രചലിത ഹെ. ഭാരതത്തിൽ 14 വളരെ വലിയ ഭാഷകൾ ഉണ്ട്. केंद्रीय और प्रादेशिक सरकारों द्वारा पत्र व्यवहार, राज्यकार्य और अन्य सरकारी लिखा पढ़ी के काम में जो भाषा उपयोग करते हैं उसे राजभाषा कहती है. तो സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലും അവർക്കിടയിലുള്ള പത്രവ്യവഹാർ, ലെറ്റേഴ്സ്, അതുപോലെ ഭരണപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് എഴുത്തുകുത്തുകളൊക്കെ നടക്കുന്നത് ഈ ഭാഷയിലാണ്. ഏത് ഭാഷയാണ്? രാജഭാഷ, ഹിന്ദിയിലൂടെയാണ് നടക്കുന്നത്. ഭാരത് ഭർ ഹിന്ദി ഹി രാജഭാഷ കെ രൂപമേ പ്രചലിത ഹെ. അപ്പോൾ ഇന്ത്യ മുഴുവൻ ഹിന്ദിയാണ് രാജഭാഷയായിട്ട് ഉള്ളത്. ജിസ് ഭാഷ കോ ജിത്തനെ അധിക ലോക വ്യവഹാർ മേ ലാത്തെ ഹെ ഉസേ ഹി രാജഭാഷ പദ് ദേത്താ ഹെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് രാജഭാഷയായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഹെ രാഷ്ട്രഭാഷ. जिस भाषा को सब जनता समझती है, जिसका अस्तित्व सामाजिक और सांस्कृतिक दृष्टि से महत्वपूर्ण हो, उसे राष्ट्रभाषा कहते हैं. അപ്പോൾ ഏത് ഭാഷയാണോ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നത്, അതിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് സോഷ്യൽ ആയിട്ടും കൾച്ചറലായിട്ടും വളരെയധികം മഹത്വപൂർണമായൊരു ഭാഷയുണ്ടെങ്കിൽ അതാണ് രാഷ്ട്രഭാഷ എന്ന് പറയുന്നത്. राष्ट्र को शक्ति देने के लिए आपसी दूरी मिटाने के लिए ही एक भाषा की आवश्यकता है. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും ആളുകൾ തമ്മിൽ പരസ്പരമുള്ള ദൂരം കുറയ്ക്കാനും വേണ്ടി ഒരു ഭാഷ ആവശ്യമാണ്. രാഷ്ട്രഭാഷ കെ രൂപ മേ ഹിന്ദി കോ ഹം സ്ഥാൻ ദേത്തെ ഹെ. तो രാഷ്ട്രഭാഷ എന്ന രീതിയിൽ നമ്മൾ ഹിന്ദിക്കാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. സംവിധാൻ മേ ബി ഹിന്ദി കോ ഹി രാഷ്ട്രഭാഷ യാനി ഒഫീഷ്യൽ ലാംഗ്വേജ് മാനാ ഗയാ ഹെ. പാർലമെൻറ്റിലും ഹിന്ദി ഭാഷയാണ് രാഷ്ട്രഭാഷയായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് अंगीകരിച്ചിരിക്കുന്നത്. हिंदी प्रदेश के लोगों के आपस में व्यवहार लाने के लिए आज अंग्रेजी का स्थान महत्वपूर्ण है, बल्कि हिंदी का उतनी महत्व अंग्रेजी को नहीं मिला. അപ്പോൾ ഹിന്ദി സംസാരിക്കാത്ത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ പോലും ഹിന്ദിക്ക് കിട്ടുന്ന അത്രയും വലിയ മഹത്വം इंग्लिश किटुन्निल्ल. नेक्स्ट पदानुपद अनुवाद. कार्यालयी भाषा में मूल अंग्रेजी से हिंदी में अनुवाद करते हुए अनुवादक പദാനുപദ അനുവാദം करने में विशेष ध्यान देता है. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പദാനുപദ അനുവാദം എന്താണെന്ന്. ഓഫീസുകളിലൊക്കെ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്ക് ചെയ്യുന്ന അനുവാദമാണ് പദാനുപദ അനുവാദ്. അതെന്ന് പറയുന്നത് ഒരു വലിയ പാരഗ്രാഫിനെ 1-2 സെൻറ്റൻസുകളിൽ ഒതുക്കിയിട്ട് അതിലുള്ള പല വാക്കുകളും വിട്ടുപോകുമെങ്കിലും കണ്ടൻസ് ഒന്നും വിട്ടുപോകാതെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് പദാനുപദ അനുവാദ് എന്ന് പറയുന്നത്. प्रशासन शब्दावली माने प्रशासनिक क्षेत्र में अनुवाद के विषय में भारत सरकार ने कुछ महत्वपूर्ण निर्णय निकाले और उसका कार्यान्वयन भी सही ढंग से किया. तो പ്രശാസനിക് ഓഫീസുകളിൽ ഭരണകാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളെയാണ് പ്രശാസനിക് ശബ്ദാവലി എന്ന് പറയുന്നത്.